മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഞാൻ നമ്മുടെ മുംബൈ മെട്രോയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഒരു സീറ്റ് കാലിയായി. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ ആ സീറ്റിൽ ഇരിക്കാതെ തൊട്ടടുത്ത് ഒരു വയസ്സായ ഒരു ചേച്ചിക്ക് ആ സീറ്റ് ഓഫർ ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു സീറ്റും കാലിയായി. ആ എഴുന്നേൽക്കാൻ പോകുന്ന ആ ചേട്ടൻ എൻ്റെ കൺമുമ്പിൽ നിന്ന ആ ചേട്ടൻ, അതായത് സീറ്റ് ഓഫർ ചെയ്ത ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇരിക്കുക. സ്നേഹമുള്ളവരെ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഒരു ചേട്ടൻ ആ ചേച്ചിയോട് ബഹുമാനത്തോടെ ഒരു സീറ്റ് ഓഫർ ചെയ്തപ്പോൾ 2 മിനിറ്റിൻ്റെ അകം തന്നെ ആ ചേട്ടനും ഒരു സീറ്റ് കിട്ടി. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യങ്ങൾ 12. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. Gospel of Matthew chapter 7 verses 12. In everything do to others as you would have them do to you. സ്നേഹമുള്ളവരെ, നമ്മൾ പല പ്രാവശ്യം പറയുന്നൊരു വാക്യമാണ് ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ബഹുമാനമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്കും തിരിച്ച് ആ സ്നേഹം ലഭിക്കും. ഇന്ന് പലരും പരാതികൾ പറയാറുണ്ട്. അവൻ എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ല, അവൻ എന്നെ ബഹുമാനിച്ചില്ല, അവൻ എനിക്ക് തരേണ്ട ആദരവ് തന്നില്ല. എന്നാൽ നാം ഇന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരുടെ ആദരവ് കാണിക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മൾക്ക് മുൻവിധികളുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം. ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ധ്യാനിക്കാം, നമ്മൾ മറ്റുള്ളവരെ ആദരിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? സർവശക്തനായ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.